ഹലോ, ഇന്ന് ഞാൻ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പോളയാണ് കാണിക്കുന്നത്. ഇഫ്താറിൻ്റെ സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പോള ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വലിയ സ്പൂണില്ലേ, അതിനാണ് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്പൂണിൽ മെഷർ ചെയ്താൽ മതി. ഒരു 5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ബീറ്റർ വെച്ചിട്ട് നമ്മൾ മുട്ടപ്പോളൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കുന്നില്ലേ, നല്ലോണം പതപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം ഈ ഒരു മുട്ട. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയിൽ കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്നത് ഒരു വാനില കേക്കിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ വരുന്ന ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ഏലക്ക ക്രഷ് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കണം. പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് തന്നെ മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഇപ്പോൾ മുട്ട അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും കട്ടകളില്ലാതെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ബീറ്റർ യൂസ് ചെയ്തിട്ട് കട്ടകൾ ഉടച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ സമയം അടിച്ചെടുക്കരുത്. ആ മുട്ട പൊങ്ങിയത് അങ്ങനെ തന്നെ താഴ്ന്നു പോകും. ഇപ്പം ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ ഓപ്ഷനിലാണ്, സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പോളയുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോള ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു സോസ് പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. താഴ്ഭാഗത്ത് നന്നായിട്ട് തന്നെ ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്യാം. നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പോളയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ താഴെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സോസ് പാൻ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് വെക്കരുത്. ഡയറക്റ്റ് വെക്കുമ്പം അടിഭാഗം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. പതുക്കെ ഈ ഒരു മൂടി തുറന്നു കൊടുക്കുക. ഇനി ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. നന്നായിട്ട് ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഫ്രൂട്ട് പോളയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കുറച്ച് പിസ്ത, അതുപോലെ ബദാം, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കാഷ്നട്ട്, ചെറിയ 1-2 ഈത്തപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഉണക്ക മുന്തിരിയും എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കാം. ഇല്ലാത്തത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ആണ് വേണ്ടത്. ഫ്രൂട്ട്സ് പൈനാപ്പിൾ വേണം, പിന്നെ ആപ്പിള്, പഴം എടുത്തിട്ടുണ്ട്. ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നേന്ത്രപ്പഴം എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഞാനിപ്പോൾ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ കുറച്ച് അനാറും എടുത്തിട്ടുണ്ട്. പൈനാപ്പിളും ബനാനയും ഒഴികെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടതൊക്കെ സ്കിപ്പ് ചെയ്യാം ഈ ഒരു ഫ്രൂട്ടിൽ. അപ്പോൾ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മാങ്ങ കട്ട് ചെയ്തിട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പിനടുത്ത് തന്നെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് സിറപ്പായി കിട്ടണം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം പൈനാപ്പിൾ ചേർത്ത് കൊടുക്കണം. പൈനാപ്പിൾ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് പൈനാപ്പിൾ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അതായത് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ പൈനാപ്പിൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആപ്പിളും പിന്നെ പഴവും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അവസാനമാണ് നമ്മൾ അനാർ ചേർത്ത് കൊടുക്കുന്നത്. അനാർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത പാടെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് സിറപ്പോടെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നല്ല ഡ്രൈ ആക്കി എടുക്കരുത്. ചെറുതായിട്ടൊരു സിറപ്പ് ഉണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ചെറുതായിട്ട് വെറ്റായിട്ടാണുള്ളത്. ഇനി നമുക്ക് ഫ്രൂട്ട് പോള ലെയർ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പോളയാണിത്. നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലത്തെ പോളയാണിത്. അപ്പോൾ അത് നടുവിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. കട്ട് ചെയ്തിട്ട് ആ പീസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു പീസില്ലേ, അതിൻ്റെ മുകളിലും നന്നായിട്ട് തന്നെ മിൽക്ക് മെയ്ഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മിൽക്ക് മെയ്ഡ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണത്തിൻ്റെ മുകളിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്രൂട്ടിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ആ പീസ് വെച്ചിട്ട് ഇത് കവർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൂട്ട് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ആ ഫ്രൂട്ട് കുറച്ച് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോള തന്നെയാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.